ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, എന്നാലോ ടേസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പഴം എടുത്തിട്ട് തൊലിയെ കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത്യാവശ്യമൊക്കെ പഴുത്ത പഴമാണ് കേട്ടോ, നല്ല പച്ചയല്ല, നന്നായിട്ട് പഴുത്ത് അലിഞ്ഞിട്ടില്ല അങ്ങനെ കേട്ടോ. എന്നിട്ടിലേക്ക് വേകാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 അച്ച് ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും ഏലക്കും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും ഒന്നും കൂടി ഈ പഴം സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നന്നായിട്ട് മധുരക്കായിൽ നന്നായിട്ട് പിടിച്ചിട്ടും ഉണ്ടാവും. ഈ പരുവത്തിലാക്കി എടുക്കട്ടോ. പഴമൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് മുരിയിച്ച് ചെറുതായിട്ട് അധികം വാടി കിട്ടുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും കഴിക്കും പ്രത്യേകിച്ചൊരു ഫീലിംഗ് കിട്ടും കേട്ടോ. അതായത് ഈ പഴം നന്നായിട്ട് ഈ ബ്രൗൺ കളർ ആകുമെന്ന് വാട്ടിയെടുക്കട്ടോ. അപ്പോഴാണ് കേട്ടോ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. അത് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇത്രയും ചേർത്ത് കൊടുത്തത്, നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇവിടെ മക്കൾക്കും എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ. അങ്ങനെ എന്തായാലും നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ വീട് മൊത്തത്തിൽ. ഇതുപോലത്തെ റെസിപ്പി ഞാൻ ഒരുപാട് മുന്നേ എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു വ്യൂ എൻ്റെ വീഡിയോസിന് കിട്ടിയിട്ടില്ല. ഓണസമയത്ത് ഓണത്തിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു എന്നാണ് കേട്ടോ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനും ഇതുപോലെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വന്ന സമയത്ത് രാവിലെ അല്ല വൈകുന്നേരത്തെ കേട്ടോ. പക്ഷേ ഇതിൽ പപ്പടമുണ്ട്, അതിൽ പപ്പടം ഉണ്ടാവില്ല. ഇതിൽ ശർക്കരയുണ്ട്, അതിന് പകരം പഞ്ചസാരയായിരിക്കും. പിന്നെ അതേപോലെ പാല് കുതിർത്തിയിട്ട് പാല് നന്നായിട്ട് ഉടച്ച് തിരുമ്പിയിട്ടായിരുന്നു ഞങ്ങൾ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള വെള്ളം ആ പാത്രത്തിൽ കൊടുക്കാൻ അങ്ങോട്ട് മോന്തി അങ്ങോട്ട് കുടിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വേറെ തന്നെ ലെവലാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയെന്നുണ്ടെങ്കിൽ 1-2 പീസ് അത്ര ഇത് കഴിച്ചാൽ പോകുള്ളൂ. അപ്പോഴേക്കും മത്ത് പിടിച്ച് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് മധുരം അതായത് ശർക്കരയെ കുറച്ച് കമ്മിയാക്കിയിട്ട് വേവിച്ചെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത്ര മൊഞ്ച് കാണാനുണ്ടാവില്ല കേട്ടോ. അത്രയും കൂടി മാറ്റങ്ങളുണ്ട്. ഈ പപ്പടത്തിലേക്ക് കൂട്ടി കുഴച്ചിട്ട് ഈ പഴം കഴിക്കുന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നൊരു സംഭവമാണല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ഈ ഒരു ഭൂമിയിൽ നമുക്കുള്ളത്. കഴിക്കാനായാലും കുടിക്കാനുള്ളതായാലും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അതിൽ ഓരോന്നിനും ഓരോരോ ടേസ്റ്റാണല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഈ പഴത്തിൽ പപ്പടം കൂട്ടി കഴിക്കണം എന്നുള്ളത് എങ്ങനെയൊക്കെ വന്നു അല്ലേ, നമുക്ക് അങ്ങനത്തെ ഒരു അറിവ് നമുക്ക് എങ്ങനെ കിട്ടിയില്ലേ. എന്തായാലും വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് ഒത്തിരി നന്ദിയുണ്ട്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.